എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് ചിക്കൻ കറിയുടെ കൂടി മീൻ കറിയുടെ കൂടി എല്ലാ കറിയുടെ കൂടി നമുക്ക് കഴിക്കാം. അത്രയും ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിപ്പോൾ പാൽക്കപ്പ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പോന്നിട്ടുള്ളൊരു കപ്പയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും എടുക്കുന്നില്ല, അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഞാനിപ്പോൾ നമ്മുടെ റെസിപ്പിയിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കപ്പയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ കപ്പയൊക്കെ നല്ലതുപോലെ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെ കപ്പ കട്ട് ചെയ്തെടുക്കുമ്പോൾ വലിയ കഷ്ണവും വേണ്ട, നല്ലതുപോലെ ചെറുതാക്കും വേണ്ട, നല്ലതുപോലെ വലുതാക്കും വേണ്ട, അതുപോലെ ഒന്ന് ചെറുതാക്കി എടുത്താൽ മതി. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി നമ്മളിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് വലുതാക്കി എടുക്കും വേണ്ട, ഒരുപാട് ചെറുതാക്കി എടുക്കും വേണ്ട. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ കപ്പയൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അത് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് നമുക്ക് നമ്മുടെ കപ്പ മുങ്ങിക്കിടക്കേണ്ട രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം നമ്മൾ ഇത് വെന്തതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് ഊറ്റി മാറ്റുന്നുണ്ട്. അപ്പോൾ വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഇതൊന്ന് വെയിറ്റ് ചെയ്യുക. അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഏകദേശം തിളച്ച് വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കപ്പ അതുപോലെ പുഴുങ്ങിയെടുക്കുമ്പോൾ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താലേ നമ്മുടെ കപ്പയിലേക്ക് ശരിക്കും ഉപ്പ് പിടിച്ച് കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഈ സമയത്തും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഇനി നമുക്ക് നമ്മുടെ കപ്പ ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ കപ്പയിൽ നിന്ന് നമുക്ക് ഈ വെള്ളം ഊറ്റി മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് മുളകും കൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കാം. നമ്മൾ നമ്മുടെ കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് ചതച്ചെടുത്തിട്ട് വരാം. മുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ നമ്മുടെ കപ്പയിലെ വെള്ളമൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്, വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നല്ലതുപോലെ ഉള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2.25 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തേങ്ങാപ്പാലിൽ നമ്മുടെ കപ്പ ഒന്നും കൂടെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും കൂടെ നമുക്ക് ഇപ്പം തന്നെ ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇതുപോലെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പിന്നെ കപ്പ വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കുറുകിയിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കപ്പ വെന്ത് ഒന്നും കൂടെ ഉടച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ കയ്യിൽ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി, അത് ഉടഞ്ഞ് വന്നോളും. ഇനി നമുക്കിത് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഈ കപ്പ ഈ തേങ്ങാപ്പാലിൽ ഒന്നും കൂടെ നല്ലതുപോലെ അങ്ങ് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ തേങ്ങാപ്പാൽ വറ്റിയിട്ട് കിട്ടും. നമ്മുടെ കപ്പയും തന്നെ നല്ലതുപോലെ അലിഞ്ഞിട്ട് വരും. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തീ ഒരു മീഡിയത്തിലിട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഇളക്കി അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ വീണ്ടും തുറന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ കപ്പയൊക്കെ ഇതിൽ ഉടഞ്ഞ് നല്ലതുപോലെ തന്നെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉടഞ്ഞ് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഇളക്കുന്ന കയ്യിൽ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ഉടഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ കൈ എടുക്കാതെ അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഇനി നമുക്കിതിലേക്കൊന്ന് വറവിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വന്നപ്പോൾ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽ മുളക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കത്രിക വെച്ചിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ നമ്മുടെ കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാനാണ് നമ്മൾ ഈ താളിപ്പ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ റെഡിയായി, നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ താളിപ്പും കൂടെ റെഡിയാക്കിയിട്ട് നമ്മുടെ കപ്പയിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കപ്പയിലേക്ക് നമ്മൾ ഈ താളിച്ചതും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ കപ്പയിലേക്ക് നമ്മൾ ഈ താളിച്ചെടുത്തതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കപ്പയൊക്കെ ഇതുപോലെ കിട്ടുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മളിപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ താളിപ്പ് ഒഴിച്ചതിന് ശേഷം നമ്മൾ നല്ലതുപോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് മീൻ കറിയുടെ കൂടിയും ചിക്കൻ കറിയുടെ കൂടിയും ബീഫിൻ്റെ കൂടിയും ഒക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാൽക്കപ്പ ഇതുപോലെ പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലെ മണ്ണിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിൽ വായിൽ വെച്ചിട്ട് അതിലേക്കാണ് നമ്മുടെ പാൽക്കപ്പ ഇതുപോലെ വിളമ്പി എടുക്കുന്നത്. നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് പാൽക്കപ്പ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഞാൻ ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാൽക്കപ്പ ഇതുപോലെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ പാൽക്കപ്പ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കഴിക്കാത്തവരൊക്കെ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.